ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ഗൈഡൻസ് നമ്മുടെ ബുക്ക് ഓഫ് ആൻസേഴ്സിന് എടുക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ചോദ്യങ്ങൾ, യൂണിവേഴ്സിൻ്റെ ആൻസേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. അതും ബുക്ക് ഓഫ് ആൻസേഴ്സും നമ്മുടെ ജസ്റ്റ് ഏഞ്ചൽ ആൻസേഴ്സും വെച്ചിട്ട് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത്? നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആലോചിച്ചോളൂ. 2-3 ക്വസ്റ്റ്യൻ എടുക്കാം. ഓരോന്നിനും നമുക്ക് ഓരോ ആൻസേഴ്സ് യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വേറെ ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഒരേ ക്വസ്റ്റ്യൻ്റെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എന്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നാലും. ഓക്കെ, നമുക്ക് ശ്രമിക്കാം. യൂണിവേഴ്സ് നല്ലൊരു ഗൈഡൻസ് തരട്ടെ എല്ലാവർക്കും. ഓക്കെ, പോസ് ചെയ്ത് വേണമെങ്കിൽ ആലോചിച്ചോളൂ. റീഡിങ് തുടങ്ങാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ആൻസർ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ക്വസ്റ്റ്യന് എന്താണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് നോക്കാം. ഓക്കെ, കൺസിഡർ ഇറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്ന ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു അവസരമായിട്ട് നിങ്ങൾ കണക്കാക്കുക. എന്തെങ്കിലും ജോലിയുടെ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ യെസ്, അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയാം, അവസരമാണ്. ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് തോന്നാം സാലറി പോരാ അവർ തരുന്നത്, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്ന അതിനൊരു അവസരമായിട്ട് ഉപയോഗിക്കാനാണ്. ഓക്കെ, ഒരു എക്സ്പീരിയൻസിനെങ്കിലും വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്കത് സഹായമാവുമായിരിക്കും. അപ്പോൾ അതിനെടുക്കാൻ മടിക്കണ്ട എന്ന രീതിയിൽ ഒരു അവസരമായിട്ട് ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ സപ്പോസ് എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കതൊരു പഠിക്കാനുള്ളൊരു അവസരമാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ജോലിയുടെ കാര്യത്തിൽ, പഠിക്കാനുള്ള കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഓപ്ഷൻ ആലോചിക്കുന്നുണ്ട്, വേറെ ഈവൻ റിലേഷൻഷിപ്സ്, ബന്ധങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ ആരെങ്കിലുമായിട്ട് വല്ല കോൺഫ്ലിക്റ്റ് ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നെഗറ്റീവ് പറയാൻ റീസൺ വേറെ ഒന്നുമല്ല, ചിലതിൽ നമുക്ക് ആ നെഗറ്റീവിലും പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഞാൻ അങ്ങനെ ആ രീതിക്ക് പറയുന്നത്. കൺസിഡർ ഇറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു അവസരമുണ്ട് അതിൽ. പഠിക്കാനും നിങ്ങൾക്ക് മുന്നേറാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളതിനെ കണക്കാക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അവസരം പുതിയ ജോലിയുടെ ഓഫർ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് ഇതാക്കണ്ട, ഓക്കെ എടുത്തോളൂ എന്ന രീതിയിൽ കാണാം. കാരണം ഇതൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയത്, അത് ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ട്. റിലേഷൻഷിപ്പിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ ആയിട്ട് വരും നിങ്ങളുടെ മുമ്പിൽ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഏഞ്ചൽ ആൻസേഴ്സ് കൂടി നോക്കിയേക്കാം. ഏഞ്ചൽ ആൻസർ എന്താ പറയുന്നത് ഇതേ സിറ്റുവേഷനെ കുറിച്ച്, നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് ഏഞ്ചൽ ആൻസേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ കാര്യം എന്താണ് പറയുന്നത്? റിമെയിൻ പോസിറ്റീവ്, യെസ്, ആൻഡ് യെസ് വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ചാടിയിരുന്നു. ആസ്ക് യുവർ ഏഞ്ചൽസ് ആൻഡ് ഓക്കെ, പെർഫെക്റ്റ് ടൈമിങ്. ഓക്കെ, ഇതിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ ഇപ്പോൾ ഒരു അവസരം വന്നതിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏഞ്ചൽസിനോട് ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. റിമെയിൻ പോസിറ്റീവ് എന്നും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് തന്നെ നെഗറ്റീവ് ആയാലും, അവിടെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് നെഗറ്റീവ് തോന്നിയാലും അതിലെന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്, നിങ്ങളുടെ ഗ്രോത്തിനുള്ള ഒരു അവസരമാണ്. സോ പോസിറ്റീവായിട്ട് അതിനെ കാര്യങ്ങളെ എടുക്കുക. ആൻഡ് യെസ് എന്ന് തീർച്ചയായിട്ടും ഇവിടെ പറയുന്നുണ്ട്. സോ പേടിക്കേണ്ട, നിങ്ങൾക്കത് നല്ലതെന്തോ വരാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ നല്ല രീതിയിൽ മുന്നോട്ട് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി ഡിവൈനെ. ഓക്കെ, ആൻഡ് ഡിവൈൻ ടൈമിങ്ങിൽ ആക്ച്വലി ഐ തിങ്ക് ഇപ്പോൾ വന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ പെർഫെക്റ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ വരേണ്ട ഒരു കാര്യമാണ്. ആ അവസരം നിങ്ങളെ എന്തോ നല്ലതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ഡിവൈനായിട്ട് കൊണ്ടുവന്നാണ് എന്ന് കണക്കാക്കിക്കോളൂ. ഓക്കെ, ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കറിയാം എല്ലാവരും മനസ്സിലാവും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതുകൂടി പറയുകയാണ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അത് പോസിറ്റീവ് ആവും. കാരണം ആ ഒരു നെഗറ്റീവ് എന്ന് പോലും നിങ്ങൾക്കൊരു പോസിറ്റീവ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും നിങ്ങൾക്കൊരു ഓഫർ തന്നിട്ടുണ്ടോ, സ്നേഹബന്ധമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഓഫർ തന്നിട്ടുണ്ടോ, അത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. കല്യാണാലോചന വന്നു, യെസ്, അത് നല്ലതാണ്. പഠിക്കാൻ എന്തെങ്കിലും ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നു, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല അത് നല്ലതാണോ, നിങ്ങൾക്ക് എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, എടുത്തോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ആലോചിക്കാം. ഇതിനെ തന്നെ റിലേറ്റഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിക്കാം. ഓക്കെ, ടോട്ടലി വേറെ ക്വസ്റ്റ്യനും ചോദിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. യൂണിവേഴ്സ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ വ്യൂവേഴ്സിന് ആൻസർ എന്താ കൊടുക്കുന്നത്?
ഓക്കെ, ലിസൺ മോർ കെയർഫുള്ളി ദെൻ യു വിൽ നോ. അതാണ് പറഞ്ഞത്. ആക്ച്വലി നേരത്തെ ക്വസ്റ്റിനുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ചോദിച്ചതാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് കുറച്ചുകൂടി കേൾക്കാം. ഓക്കെ, കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. എന്താണ് ഒന്ന് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് എന്താ പറയുന്നത് നിങ്ങൾ കേൾക്കാം. നിങ്ങളുടെ ചോദ്യം എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങളുടെ ചോദ്യത്തിൽ എന്തായിരിക്കാം, എന്തെങ്കിലും പറയുന്നത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഒരാളോട് നിങ്ങൾ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ലിസൺ കെയർഫുള്ളി എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആക്ച്വലി എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇവിടെ എല്ലാം നിങ്ങളുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ആരോടും അഡ്വൈസ് ആയിട്ട് ചോദിക്കണം എന്നില്ല. നിങ്ങൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റും സംസാരങ്ങൾ നടക്കുന്നത് എല്ലാം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നമ്മൾ പറയില്ലേ ഉള്ളിലുള്ള ഒരു അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്രത്തോളം കെയർഫുൾ ആയിട്ട് നിങ്ങൾ കേൾക്കുക എന്നാണ്. അത് മാത്രമല്ല, ഇവിടെ എനിക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും നമുക്ക് എപ്പോഴും എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഗൈഡൻസ് തരും. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലാരിറ്റി കിട്ടാനുണ്ട്. ഏത് സിറ്റുവേഷനായാലും ശരി, നിങ്ങൾ ഓഫീസിലായാലും നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, എപ്പോഴും അങ്ങോട്ട് നമ്മൾ ചാടിക്കേറി അങ്ങോട്ട് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനൊന്നും നിൽക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരും സംസാരിക്കുമ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിരുന്നു കേൾക്കാൻ ശ്രമിക്കുക. ആ കേൾക്കുന്നതിൽ നിങ്ങൾക്ക് ചില ഇൻഫർമേഷൻ വീണ് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് ഇപ്പോൾ ദേഷ്യപ്പെട്ട് പറയുന്നു എന്ന് വിചാരിക്കാം. ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ശരി, അല്ല നമ്മൾ അങ്ങോട്ട് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ഒക്കെ, നമ്മൾ ആരോടെങ്കിലും വാക്ക് തർക്കം നടക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സൈലൻ്റ് ആവാൻ ശ്രമിക്കുക, ക്വയറ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റേ ആൾ പറയുന്നതിൽ അതെന്താണ് അവിടെ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ എന്തോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും എന്നാണ് പറയുന്നത്. ഓക്കെ, കേട്ടാൽ മാത്രം പോരാ, എന്താ മനസ്സിലാക്കണം എന്ന് പറയാറില്ലേ, എനിക്കത് ആ ഫീലിംഗാണ് തോന്നിയത്. ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ മനസ്സിലാക്കാൻ നമ്മൾ അവർ പറയുന്ന കാര്യം, ആ പറയുന്ന കാര്യത്തിലും അതിൻ്റെ വാക്കിൻ്റെ പിന്നിലുള്ള ചില അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സൈലൻ്റായിട്ട് കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുക. ബി എ ഗുഡ് ലിസ്ണർ. ഓക്കെ, അതിന് വെറുതെ കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും കൂടി വേണം. ഓക്കെ, ഏഞ്ചൽ ആൻസേഴ്സ് കൂടി നോക്കാം നമുക്ക്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, ഓക്കെ, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സും ഉണ്ട് ഹെൽപ്ഫുൾ പീപ്പിൾ. ഓക്കെ, ഇവിടെ വെയിറ്റ് പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, റൊമാൻസിൻ്റെ കാര്യത്തിലായിരിക്കും ഇതിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം നിങ്ങൾക്ക്. ആ കാര്യത്തിൻ്റെ ചില ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളതായിരിക്കും. എടുത്തു ചാടി ഇപ്പോൾ ആക്ഷനൊന്നും എടുക്കണ്ട. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ നിങ്ങൾ നിൽക്കുക. കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളൊരു വ്യക്തിയുമായിട്ട് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുടെ ആണെങ്കിൽ അവർ പറയുന്നത് ആദ്യം കേട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചില ആൻസേഴ്സ് കിട്ടും. വിത്തിൻ ഫ്യൂ മന്ത്സ്, വിത്തിൻ ഫ്യൂ വീക്സ് രണ്ടും ഉണ്ട്. ഇങ്ങനെ പറയാം, ഐ തിങ്ക് ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം വിത്തിൻ ഫ്യൂ മന്ത്സ്, വീക്സ്, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങുമെന്ന് പറയാം. ആൻഡ് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വിത്തിൻ ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കും ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണും. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തികൾ മാറി വരുമ്പോൾ വിത്തിൻ കുറച്ച് ഫ്യൂ മന്ത്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു കറക്റ്റ് ഒരു ആൻസർ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണും എന്ന് പറയാം. ഹെൽപ്ഫുൾ പീപ്പിൾ ഉണ്ടാവും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആരോടെങ്കിലും അഡ്വൈസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾ ഫുള്ളായിട്ട് അത് അവരെന്താ പറയുന്നത് അതിൻ്റെ പിന്നിൽ അത് നിങ്ങൾക്കത് എന്താ ഇങ്ങനെ ഹെൽപ്പ് ആവും എന്നെല്ലാം നിങ്ങൾ കേട്ട് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ലിസൺ കെയർഫുള്ളി, അതിനെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാരുണ്ടാവും. യൂണിവേഴ്സിനായാലും ഓക്കെ, ആക്ച്വലി യൂണിവേഴ്സ് ആയാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ട്. എടുത്ത് ചാടി ഇപ്പോൾ ഒരു ആക്ഷനും എടുക്കണ്ട. ഓക്കെ, തൽക്കാലം ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യേണ്ട. ഓക്കെ, അവരെന്താ പറഞ്ഞത് അതിലെന്താണ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി എടുക്കാം അല്ലേ, ഒരു ആൻസർ കൂടി നോക്കാം നമുക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ആവും എന്നറിയില്ല, നോക്കാം നമുക്ക്. എന്തായാലും ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ചോളൂ, എന്താ അറിയേണ്ടത്. ഓക്കെ, ആൻസർ എടുക്കാം.
ഒരേതാണെന്ന്. ലിസൺ മോർ കെയർഫുള്ളി ദെൻ യു വിൽ നോ. ഓക്കെ, സോറി, ഒരേ കാര്യം റിപ്പീറ്റായി. എന്തായാലും ആ കാര്യം അപ്പോൾ അവർ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് യൂണിവേഴ്സ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഒന്നുകൂടി. ഓക്കെ, യു വിൽ നീഡ് ടു ടേക്ക് ദ ഇനീഷ്യേറ്റീവ്. ഓക്കെ, നിങ്ങളായിട്ടൊരു സ്റ്റെപ്പ് എടുക്കണം എന്നാണ് പറയുന്നത്, നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, ആദ്യത്തെ ഒരു കാര്യം, ഫോർവേഡ് മൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളായിട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ഇത്രയും ഈ 2 ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചതിനെ അതിനെ റിലേറ്റഡ് ആയാലും അല്ലെങ്കിലും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ കാര്യത്തിൽ ഒരു വെയിറ്റ് എന്നുള്ള കാർഡ് നമ്മൾ കണ്ടു അല്ലേ. വെയിറ്റ് അതൊരു ആക്ഷൻ എടുക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ആ ആക്ഷൻ നിങ്ങൾ എടുക്കാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഐ തിങ്ക് കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി മാത്രം ആക്ഷൻ എടുക്കുക. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആക്ഷൻ വരാനുള്ളത്. അതിനുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യം കിട്ടണം. ആ ഇൻഫർമേഷൻ കിട്ടിയ ശേഷം മാത്രം നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഓക്കെ, അല്ലെങ്കിലും തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുക. ഓക്കെ, മറ്റുള്ളവരെ ഒരു അപ്രൂവലിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. ഓക്കെ, മറ്റുള്ളവർ സമ്മതിച്ചിട്ട് വേണം എനിക്ക് ചെയ്യാൻ, വേറെ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് വേണം ഞാൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം മറ്റുള്ള ആൾ എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയണം, ഓക്കെ എന്ന് പറയണം, അങ്ങനെയുള്ള ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഓക്കെ, ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് നിങ്ങളാണ്, ചെയ്യേണ്ട കാര്യം നിങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഓക്കെ, വേറെ ഒരാൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ നോളജ് ഗെയിൻ ചെയ്താൽ മതി. നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, മനസ്സിലാക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞത്, എനിക്ക് ഓർമ്മയൊന്നും കിട്ടുന്നില്ല, സോറി. ആ ക്വസ്റ്റ്യനുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ എല്ലാം ഒന്നിച്ച് എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതെന്താ നിങ്ങളുടെ സിറ്റുവേഷൻ, എങ്ങനെയാണിത്, എന്താണ് നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുന്ന യൂണിവേഴ്സിൽ നിന്നൊന്ന് അന്വേഷിച്ച് നോക്കാം. സോറി, എഴുതി അതിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കാനുണ്ട്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ കുറച്ച് നോളജൊക്കെ നിങ്ങൾ വേണ്ടത്ര അതിനെക്കുറിച്ചുള്ള അറിവ് പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങളെന്ത് ഒരു സ്റ്റെപ്പ് എടുക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ചെയ്യണം. അതിനാരെയും സപ്പോർട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട, സപ്പോർട്ടും പ്രതീക്ഷിക്കേണ്ട, അപ്രീഷിയേഷനും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, നിങ്ങളത് ചെയ്യുക, നിങ്ങളായിട്ട് തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ഓക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ യെസ്, ഓക്കെ, ഗോ ഹെഡ്, നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ട. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യൂ. ഓക്കെ, മറ്റേ ആളെ വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, അങ്ങനെയും പറയാം. ഓക്കെ, വേറെ ആരെങ്കിലും അവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരായിട്ട് ആദ്യം ചെയ്യട്ടെ എന്നിട്ട് ഞാൻ കൂടെ അങ്ങനെ വിചാരിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ്. ഓക്കെ, ഇതിനും കൂടി നമുക്കൊന്ന് ഏഞ്ചൽ ആൻസേഴ്സ് ചോദിക്കാം. ഏഞ്ചൽസ് എന്താ പറയുന്നത് നോക്കാം. ട്രസ്റ്റ് നോ ആണ് ഇവിടെ. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് അഗെയിൻ. വെയിറ്റ് ഇവിടെ ഉണ്ട്. നേരത്തെ കാർഡ് ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ആയിട്ട്. നിങ്ങളുടെ ഇനീഷ്യേറ്റീവിൻ്റെ കാര്യമാണ്, എടുത്തു ചാടി ചെയ്യേണ്ട. ഓക്കെ, നിങ്ങളാണ് ചെയ്യേണ്ടത്, യെസ്, പക്ഷെ എടുത്തു ചാടി ചെയ്യേണ്ട, തൽക്കാലം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് സിറ്റുവേഷനെ കുറിച്ചാണോ ചോദിക്കുന്നത് ആ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും. ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് യൂണിവേഴ്സിനോട്. നോ ആൻഡ് വെയിറ്റ് എനിക്കിവിടെ സിമിലർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം തന്നെ വേണ്ട, പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യൂ, ആ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, ചില ആക്ഷൻ നിങ്ങൾ എടുക്കാനുണ്ട്, പക്ഷേ അതിന് മുമ്പ് ഐ തിങ്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പം നോ എന്ന് പറയുന്നത്. ട്രസ്റ്റ് ചെയ്യുക, ആ ഡിവൈൻ ടൈമിംഗ് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഇംപ്രൂവ് ആവും. നിങ്ങൾ ആ സ്റ്റെപ്പ് പക്ഷെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് മനസ്സിലാക്കി നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ നല്ല റിസൾട്ടും നിങ്ങൾക്ക് വരും. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ ആൻസേഴ്സ്. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.